CRP ഫൈറ്റ് ക്ലബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കൊല്ലം പത്തനംതിട്ടക്കാർക്ക് ഒറ്റ ദിവസത്തെ ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ട ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ കോന്നിയിൽ നിന്നും അച്ചൻകോവിൽ ആ കാട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഉള്ള ഒരു എൻട്രി പോയിൻ്റാണ്. അപ്പോൾ അവിടെ നമ്മളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എൻട്രി ഇട്ടിട്ട് വേണം ഈ ഒരു കാനനപാതയിലൂടെ കയറേണ്ടത്. അപ്പോൾ അതിലൂടെ മുൻപോട്ട് വന്ന് കുറച്ച് ഓടി വരുമ്പോൾ നമുക്ക് റോഡ് ഇങ്ങനെ ഡിവൈഡ് ആവും. അത് സ്ട്രെയിറ്റ് റോഡ് കാണാം. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ റോഡാണ് നമ്മൾ കാട്ടിനകത്തൂടെയുള്ള റോഡ്. നമ്മൾ കോന്നിയിൽ നിന്ന് വരുമ്പോൾ ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ തന്നെ അവർ ഫോറസ്റ്റ് ഗാർഡ് നമ്മുടെ ആദ്യമേ പറയും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന റോഡാണ്, നിങ്ങളെ സ്വന്തം റിസ്ക് വേണം പോകാൻ, വഴി റോഡൊക്കെ വളരെ മോശമായിരിക്കും, അടിതട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര പോയത് ഈ ഒരു 2024 ഡിസംബറിലായിരുന്നു. അപ്പോൾ പോയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. കാരണം റോഡ് കുറച്ച് ഭാഗത്ത് നിന്ന് റോഡില്ലായിരുന്നു. കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ റോഡിൻ്റെ പാതി വശം ഇല്ല, കുറച്ച് ഭാഗമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ കുറച്ച് മണ്ണിട്ട് അവർ താൽക്കാലികമായിട്ട് വണ്ടി പോകാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ പോയാലും നോക്കി വന്നില്ലെങ്കിൽ ഈ ചെറിയ വാഹനങ്ങളുടെ അടിവശം എന്തായാലും തട്ടും, ഉറപ്പാണ്. അപ്പോൾ നമ്മളെ വണ്ടി മുമ്പോട്ടിട്ടിട്ട് നമ്മൾ ആ പൊളിഞ്ഞു പോയ റോഡ് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു നമ്മൾ വരുന്ന റോഡ്, ആ സ്ട്രൈറ്റ് കാണുന്നതാണ്. അതായത് ഇത്രയും ഭാഗത്ത് മഴയത്ത് മൊത്തത്തിൽ ഒലിച്ചു പോയതാണ്. ആ ഒരു ടാറിങ് മൊത്തത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗത്ത് റോഡില്ല. അപ്പോൾ അവർ താൽക്കാലികമായിട്ട് വാഹനങ്ങൾക്ക് വരാൻ വേണ്ടി ആ സൈഡിൽ മണ്ണിട്ട് ജസ്റ്റ് ഒരു താൽക്കാലിക റോഡ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ചെളി ഇതൊക്കെ ആയിട്ട്. അത് മൊത്തം ചെളിയായിട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഇതിനൊക്കെയുള്ള കുറച്ച് റിവറുകൾ ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് റോഡിൽ കൂടെ പോകുന്ന കുറച്ച് ഏരിയകളുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് വേണം നമുക്ക് പോകാൻ പറ്റും, ആസ്വദിച്ച് പോകാൻ പറ്റും. ഏകദേശം ഒരു നമ്മൾ കോന്നിയിൽ നിന്നും അച്ചൻകോവിൽ വഴി തെങ്കാശി വരെ പോകാൻ ഏകദേശം ഒരു 90ഓളം കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോന്നിയിൽ നിന്ന് അച്ചൻകോവിൽ ഏകദേശം 42 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ നമ്മൾ അച്ചൻകോവിൽ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അച്ചൻകോവിൽ കഴിഞ്ഞിട്ട് നേരെ ചെന്ന് തമിഴ്നാട് ബോർഡറിലാണ് കയറുന്നത്. തമിഴ്നാട്ടിൽ പോയി അവിടെ നമുക്ക് മേക്കര ഡാം, മേക്കര വ്യൂ പോയിൻ്റ് ഇതെല്ലാം കണ്ടുപോകാം. അപ്പോൾ നമ്മൾ ആ ഒരു കാട്ടിനടുക്കുള്ള പാത വന്ന് കയറുന്നത് ഈ ഒരു റോഡിലാണ്. ഇതും ലെഫ്റ്റിലോട്ട് കിടക്കുന്ന റോഡും നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് ആ ഒരു ഭാഗത്തുനിന്ന് വന്ന് അച്ചൻകോവിൽ പോകാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ ആ നമ്മൾ കാടിന് നടുക്കൂടെ വന്ന് കയറിയ റോഡാണത്. അതിനുശേഷം ഈ റോഡിലൂടെ മുൻപോട്ട് പോയിട്ട് വീണ്ടും ഒരു കാട്ടുപാതയിലൂടെയാണ് വന്ന് നമ്മൾ പിന്നെയും മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ഓടി വന്നപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ടീ ഷോപ്പ്, അവിടെ നമ്മൾ ചെറിയതായിട്ട് ചായ കടിയൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിർത്തി അതൊക്കെ കഴിച്ചതിന് ശേഷം മുൻപോട്ട് പോകുമ്പം ഇതാണ് അച്ചൻകോവിൽ PW റെസ്റ്റ് ഹൗസ്. ആ ലെഫ്റ്റ് സൈഡിൽ കണ്ടതാണ് PW റെസ്റ്റ് ഹൗസ്. ഇതാണ് അച്ചൻകോവിൽ ക്ഷേത്രം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുൻപോട്ട് നീങ്ങി. നമ്മൾ പോയത് ആ ഒരു സമയത്ത് ഈ ഒരു റോഡിലൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ നടന്നു വരുന്നുണ്ടായിരുന്നു. ഈ കാൽനട യാത്ര വരുന്ന ഈ ഒരു റോഡിലൂടെ നമ്മൾ വന്ന അതേ ആ ഒരു കാടിൻ്റെ നടുക്കൂടാണ് അവർ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു കാടിൻ്റെ നടുക്കൂടുള്ള റോഡ് വഴി നേരെ അവർ കോന്നി വഴിയാണ് അവർ പോകുന്നത്. നമ്മൾ ആ റോഡ് മുൻപോട്ട് വരുമ്പോൾ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കാണാം. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് വളരെ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയില്ല, ജസ്റ്റ് നമ്മൾ കണ്ട് നമുക്ക് തെങ്കാശിയാണ് നമ്മളുടെ ലാസ്റ്റ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേര് ഇവിടെ നിർത്തിയില്ല. ജസ്റ്റ് നമ്മൾ കുംഭാവുരുട്ടി ഈ ഒരു പാലം കയറി ഇറങ്ങി ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആർച്ച്, അതിനകത്താണ് നമ്മൾ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലോട്ട് ടിക്കറ്റ് എടുത്ത് പോകേണ്ട സ്ഥലം. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും തൽക്കാലം കയറിയില്ല. ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഈ വഴി നേരെ തമിഴ്നാട്ടിലാണ് ചെന്ന് കയറുന്നത്. നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കയറി അവിടെ നമ്മൾ ചെങ്കോട്ട വഴി തെങ്കാശിപ്പുഴ ഇങ്ങനെ കറങ്ങി വരാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ കോന്നിയിൽ നിന്ന് നേരെ അച്ചൻകോവിൽ നേരെ നമ്മൾ തമിഴ്നാട്ടിൽ കയറും. ഈ ഒരു ബോർഡർ വഴി തമിഴ്നാട്ടിൽ കയറിയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ മേക്കര ഡാം, മേക്കര വ്യൂ പോയിൻ്റ്, അതിനുശേഷം അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് തിരുമലക്കോയിൽ വിസിറ്റ് ചെയ്തിട്ട് ആ വഴി നമുക്ക് തെന്മല റൂട്ട് തിരിച്ച് കുളത്തൂപ്പുഴ വഴിയോ അല്ലെങ്കിൽ പുനലൂർ വഴിയോ നമുക്ക് തിരിച്ചെത്താം. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.